കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഷാഫി സാഹിബിയെ ആദരവോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കെയർ വില്ലേജിൻ്റെ ആദരണീയരായ നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ പവിത്രമായ ഒരു സദസ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കെയർ വില്ലേജ് എന്ന ഒരു സ്വപ്നം നമ്മുടെ നാടിനെ യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് സുമനസ്സുകൾ, ഒരുപാട് വിലപ്പെട്ട സമയം ഈ കെയർ വില്ലേജിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങൾ. നമ്മൾ പല സ്ഥലത്തും ഇങ്ങനത്തെ സംരംഭങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് കാണുവാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്ന രൂപത്തിലേക്ക് ഇവിടെ ഇങ്ങനെ ഒരു മനോഹര സൗധം നമുക്കും വേണ്ടി രൂപപ്പെട്ടപ്പോൾ നമുക്ക് അഭിമാനിക്കാനും എടപ്പാളിൻ്റെ ഒരു പൊൻതൂവലായിക്കൊണ്ട് തന്നെ കെയർ വില്ലേജ് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണത്തെക്കാളൊക്കെ സമയത്തിന് വില കൽപ്പിക്കുന്നവരാണ് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ. എല്ലാവരും ബിസിനസ്സുകാരും ഉന്നത തലങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകളും ഒക്കെ തന്നെയാണ്. അവരുടെ സമയവും വിലപ്പെട്ട പല കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് പാവപ്പെട്ടവരെ, അതിനർഹതപ്പെട്ടവരെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയപ്പോൾ നമുക്ക് നല്ലൊരു മനോഹരമായ ഒരു സൗധം ഇവിടെ പണികഴിപ്പിക്കാൻ സാധിച്ചു. ഒരുപാട് സുമനസ്സുകളെ നേരിൽ കണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യം, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിയപ്പോൾ നമുക്ക് മനോഹരമായ ഒരു കെയർ വില്ലേജ് ഇവിടെ രൂപപ്പെട്ടു. ഇതിൻ്റെ ദൗത്യം അന്ത്യനാൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മമാണ്. വരും തലമുറകൾക്ക് മാതൃകയാക്കാവുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ മുന്നിൽ ഇവർ കാഴ്ചവെച്ചിട്ടുള്ളത്. വരുന്ന തലമുറ ഇത് കണ്ടുകൊണ്ട് ഇതിനേക്കാൾ മികച്ച രീതിയിൽ ഇനിയും കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഈ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് കോവിഡിന് ശേഷം പലതരത്തിലുള്ള മാരകമായ രോഗങ്ങൾ നമ്മളെ പിടിപെട്ടുകൊണ്ടിരിക്കുമ്പോഴും തളർന്നിരിക്കേണ്ടവരല്ല നമ്മൾ ഊർജം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് സഹായവും തണലും ഒക്കെ ഏകിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ, ഒരാശയം ഒരു തരത്തിൽ രൂപപ്പെടുകയാണ്. നമുക്ക് എന്താണ് ഈ പ്രദേശത്തുകാർക്ക് കൊടുക്കാൻ കഴിയുക എന്ന് ഒരാശയം രൂപപ്പെടുകയാണ്. ആശയം രൂപപ്പെടാൻ വലിയ താമസമൊന്നും വേണ്ട. പക്ഷേ അതിനെ നിർമ്മിച്ചെടുക്കാൻ, അതിനെ ഈ പരുവത്തിലാക്കിയെടുക്കാൻ വലിയ ത്യാഗം വേണം. നമ്മളൊക്കെ പലതരത്തിൽ പല ആക്ടിവിറ്റീസിലും ഉൾപ്പെടുന്നുണ്ടെങ്കിലും ഇതൊരു മഹത്തായ നിർമ്മിതിയാണ്. ഇത് ഇന്നും നാളെയും അവസാനിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു നിർമ്മിതി കൂടിയാണ്. അന്ത്യനാൾ വരെ നിലനിൽക്കേണ്ട ഒരു നിർമ്മിതി കൂടിയാണ്. ഇതിനേക്കാൾ വിപുലീകരിച്ച രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട നിർമ്മിതിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വരും തലമുറകൾക്ക് ഇതൊരു മാതൃക പ്രസ്ഥാനമാണ്. കെയർ വില്ലേജിനെ ഇതിൻ്റെയൊക്കെ പിറകിലുള്ളത് ഇവിടുത്തെ സംരംഭകരാണ്. ഞങ്ങളൊക്കെ സംരംഭത്തിൽ നിലനിൽക്കുന്നവരാണ്, ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നവരാണ്, ഒരുപാട് പേരെ സഹായിക്കുന്നവരാണ്, ഒക്കെയാണ്. അവരുടെയൊക്കെ പിന്തുണയോടുകൂടി ഇത്തരം മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയും അതിനു വേണ്ടുന്ന എക്യുപ്മെന്റ്സും ഒക്കെ രൂപപ്പെട്ടപ്പോൾ അത് ഈ നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും തളർന്നിരിക്കേണ്ടവരല്ല. നമുക്ക് ചില പ്രയാസങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ചില പ്രയാസങ്ങൾ നമുക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്.
പക്ഷെ അതൊക്കെ ചുരുങ്ങിയ കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതാണ്. നമുക്ക് ഊർജം കൈവരിക്കേണ്ടതുണ്ട്. നമ്മൾ തളർന്നിരിക്കേണ്ടവരല്ല. നമ്മളെ ഒരുപാട് പേർ സംരക്ഷിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഇതിനൊന്നും കഴിയാതെ ഒന്ന് പിടിക്കാൻ താങ്ങാൻ കഴിവില്ലാതെ, സഹായമില്ലാതെ എത്രയോ പേര് ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു. നമുക്ക് ആ കാര്യത്തിലേക്ക് നമുക്ക് എത്രയും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ. നമുക്ക് സഹായിക്കാൻ നമ്മുടെ മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, മറ്റുള്ളവരുണ്ട്, കൂടെ നിൽക്കാൻ കെയറിനെ പോലുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ എന്തിനാ നമ്മൾ തളർന്നിരിക്കുന്നത്? നമ്മുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കുന്നില്ലേ? നിങ്ങൾ ഊർജം സംഭരിക്കണ്ടേ? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ചാരിറ്റി എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക എന്നുള്ളതാണ്. ഏറ്റവും മനോഹരമായ ചാരിറ്റി. പണം കൊടുത്താൽ എത്ര കാലം നമുക്ക് കൊടുക്കാൻ സാധിക്കും? ഒരാളെ സഹായിക്കാൻ പോയാൽ എത്ര നാൾ നമുക്ക് സഹായിക്കാൻ പറ്റും? പക്ഷേ നമുക്ക് കിട്ടുന്ന അറിവുകൾ, ഒരു ഊർജം നിങ്ങളിലേക്ക് പകരാൻ എനിക്ക് സാധിച്ചാൽ, അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്ക് പകരാൻ സാധിച്ചാൽ, ഒരറിവ് നിങ്ങൾക്ക് നൽകാൻ സാധിച്ചാൽ, അതാണ് ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ ചാരിറ്റി. ഈ ഇരിക്കുന്ന നിങ്ങൾക്കും സാധിക്കും പല ആളുകളെയും സഹായിക്കാനും, പല ആളുകൾക്കും പലതരത്തിലുള്ള അറിവുകൾ പകരാനും ഈ ഇരിക്കുന്ന നിങ്ങൾക്കും സാധിക്കും. എന്നെക്കൊണ്ട്, ഈ തളർന്നിരിക്കുന്ന എന്നെക്കൊണ്ട് ഈ സമൂഹത്തിന് എന്ത് ഗുണമാണ് ചെയ്യാൻ സാധിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊക്കെ പല ഹോസ്പിറ്റലുകളിലൊക്കെ കയറി ഇറങ്ങി വന്നിരുന്നവരാണ് ഇപ്പോൾ. പുതുതായിട്ട് ആർക്കെങ്കിലും ഒരു അസുഖം പിടിപ്പെട്ടാൽ അവർക്ക് നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ സാധിക്കും. അതൊരു ചാരിറ്റിയല്ലേ? അതൊരു ചാരിറ്റിയാണ്. പണം കൊടുത്തുകൊണ്ട് മാത്രമല്ലല്ലോ ചാരിറ്റി. നമ്മളെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായവും ഈ അവസരത്തിൽ, ഈ സാഹചര്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴും നമുക്ക് എന്ത് ചാരിറ്റിയാണ്, എന്ത് സഹായമാണ് നമ്മുടെ സമൂഹത്തിന് ചെയ്യാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ തളർന്നിരിക്കുന്നവരല്ല, നമ്മളെ ആർക്കും വേണ്ടാത്തവരല്ല, നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുന്നവരാണ്, നമ്മളെല്ലാവരും നമ്മുടെ കൂടെ നിർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല. ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു നെഗറ്റീവ് എനർജി, നെഗറ്റീവ് തോട്ട്. അതായത് നമ്മൾ എന്തിനേയും നമ്മൾ വിഷമിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ ലോകത്തേക്ക് ജനിപ്പിച്ചു വിടുമ്പോൾ തന്നെ ഒരുപാട് കോശങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ടാണ്. ശരീരത്തിൽ നിരവധി കോശങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ. പഠനങ്ങൾ പറയുന്നത് അതാണ്. ഇതിൽ ഉറങ്ങിക്കിടക്കുന്ന കുറെ കോശങ്ങളുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഉറങ്ങിക്കിടക്കുന്ന കുറെ കോശങ്ങൾ, അതായത് അസുഖത്തിന്റെ കോശങ്ങൾ. ഇത് പൊട്ടിമുറക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? നമ്മൾ ദുഃഖിക്കുമ്പോഴാണ്, നമ്മൾ പ്രയാസപ്പെടുമ്പോഴാണ്, നമ്മൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴാണ്, എല്ലാ പ്രശ്നങ്ങളും നമ്മൾ നമ്മുടെ തലയിലേക്ക് എടുത്തു വെക്കുമ്പോഴാണ് ഈ അസുഖങ്ങളുടെ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ പൊട്ടിമുളക്കപ്പെടുന്നത്. നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയാതിരിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ നന്മകൾ പറയാൻ ശ്രമിക്കുക. ഇങ്ങനെ നന്മകൾ പറയുന്നതോടുകൂടി നമ്മുടെ അസുഖങ്ങൾ പകുതി നമ്മളിൽ നിന്ന് മാറിക്കിട്ടും. നന്മകൾ ചെയ്യുന്നതോടുകൂടി പകുതി അസുഖം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കിട്ടും. നമ്മൾ മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്തുകൊണ്ടിരുന്നാൽ, മറ്റുള്ളവരോട് നല്ലത് പറഞ്ഞിരുന്നാൽ, നല്ലത് ചെയ്തിരുന്നാൽ നമ്മുടെ അസുഖം പകുതി നമുക്ക് മാറിക്കിട്ടും. നമ്മൾ നിരന്തരം പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ അസുഖങ്ങൾ കൂടി 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 വന്നുകൊണ്ടിരിക്കും. നമ്മളെക്കാൾ പ്രയാസപ്പെട്ടവർ നമ്മുടെ താഴെ തട്ടിലുണ്ടെന്നുള്ളൊരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. നമ്മൾ എത്രയോ ഭാഗ്യം ചെയ്തവരാണ്. താൽക്കാലികമായിട്ട് നമുക്കൊരു അസുഖം പിടിപെട്ടിട്ടുണ്ട്, താൽക്കാലികമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു അല്പസമയത്തിന് മാത്രമുള്ളതാണ്. കുറച്ച് കാലഘട്ടം മുന്നോട്ട് പോയാൽ നമുക്കിതൊക്കെ അതിജീവിക്കാൻ കഴിയും. നിങ്ങൾക്ക് ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും. ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റും. ജീവിതം പടുത്തുയർത്താൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് പ്രാർത്ഥനയിൽ പോലുമുണ്ട് നെഗറ്റീവ് ചിന്തകൾ. പ്രാർത്ഥനയിൽ പോലുമുണ്ട് നെഗറ്റീവ് ചിന്തകൾ. നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ എൻ്റെ കടങ്ങൾ നീ നീക്കം ചെയ്യണേ, മാറ്റിത്തരണേ. ഒരു നെഗറ്റീവ് പ്രാർത്ഥനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സമ്പത്ത് നൽകണേ എന്ന് പടച്ചവനോട് പ്രാർത്ഥിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കടങ്ങൾ തീർന്നു പോവില്ലേ? എൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും, ദുരിതങ്ങൾ, കടങ്ങൾ എല്ലാം നെഗറ്റീവ് ചിന്താഗതികളാണ്. ഇതിനു പകരം നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കണേ, ആരോഗ്യമുള്ള ജീവിതം നമുക്ക് പ്രദാനം ചെയ്യണേ, ആരോഗ്യമുള്ള ജീവിതം, സുഖം പ്രദാനം ചെയ്യണേ, അല്ലെ? സന്തോഷം പ്രദാനം ചെയ്യണേ. ഇതോടുകൂടിയിട്ട് നമ്മുടെ ദുഃഖങ്ങൾ അവസാനിക്കുകയല്ലേ? പടച്ച റബ്ബിനെ എല്ലാം അറിയാമല്ലോ. നമ്മുടെ ദുഃഖങ്ങൾ അറിയാം, സുഖങ്ങൾ അറിയാം, നമ്മുടെ തെറ്റുകൾ അറിയാം, നമ്മുടെ നന്മകൾ അറിയാം, എല്ലാം അറിയാം. നിങ്ങൾ പ്രാർത്ഥനയിൽ പോലും, പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും പോസിറ്റീവായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക.
പടച്ചവനോട് നിങ്ങളുടെ കടങ്ങൾ മാറ്റി തരുന്നതിന് പകരം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. സമ്പത്ത് വർദ്ധിക്കാൻ നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കടങ്ങൾ തീരും. നിങ്ങൾ അസുഖങ്ങൾ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ആരോഗ്യമുള്ള ശരീരം നിങ്ങൾക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആരോഗ്യമുള്ള ജീവിതം തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സന്തോഷമുള്ള ജീവിതം തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സുഖം, സന്തോഷം, പണം, സമ്പത്ത്, ഇതൊക്കെ പോസിറ്റീവ് ചിന്താഗതികളാണ്. നെഗറ്റീവ് ചിന്താഗതി കരഞ്ഞ് 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 നമ്മൾ നിസ്കാരപ്പായിൽ കണ്ണീര് പൊഴിച്ചുകൊണ്ടിരുന്നാൽ അങ്ങനെ എന്തിനാ കരയുന്നേ? നമ്മൾ കരയേണ്ടവരാണോ? നമ്മൾ കരയേണ്ടവരല്ല. നമ്മളെക്കാൾ പ്രയാസപ്പെട്ട് കഴിയുന്നവർ നമ്മൾ താഴെ തട്ടിലുണ്ടാവുമ്പോൾ നമ്മൾ എന്തിന് കരയണം? നമ്മൾ കരയേണ്ടവരല്ല. നമ്മൾക്ക് കിട്ടിയ സൗകര്യത്തിൽ നമ്മൾ അൽഹംദുലില്ലാഹ് പറയണം. നമ്മൾ കരഞ്ഞിരിക്കേണ്ടവരല്ല. നമുക്കിവിടെ ഒരുപാട് പേർ നമ്മളെ ചുറ്റും, നമ്മളെ താങ്ങായി തണലായി നമ്മളെ കൂടെ ഉണ്ടല്ലോ. കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഒരു സഹോദരനെ സൗദി ജയിലിൽ നിന്ന് ഇറക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ, ഈ കേരള ജനത തയ്യാറായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എത്രയോ ചെറുതല്ലേ? ഇവിടെ ഇഷ്ടംപോലെ സാമൂഹ്യ പ്രവർത്തകരുണ്ട്. നിങ്ങളൊരു താൽക്കാലിക ബുദ്ധിമുട്ടിൽ അനുഭവപ്പെട്ടെന്ന് വേണം കരുതാൻ. നാളെ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉഷാറായിട്ടുള്ള, ഇതിനേക്കാൾ ബൃഹത്തായിട്ടുള്ള ഒരു ജീവിതം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഉണ്ട് എന്ന് കരുതി കൊണ്ട് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. ഒരിക്കലും കരഞ്ഞിരിക്കരുത്, ഒരിക്കലും പ്രയാസപ്പെടരുത്. ഓരോ പ്രയാസത്തിനും അസുഖത്തിന്റെ ഒരു വിത്തിനെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ മുളപ്പിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ചിരിക്കാൻ കിട്ടുന്ന സമയം, സന്തോഷിക്കാൻ കിട്ടുന്ന സമയം വേണ്ടതും നമ്മൾ ഉപയോഗപ്പെടുത്തണം. സന്തോഷിക്കും. ലോകത്തെ ചിരി ക്ലബ്ബുകളുണ്ട്. എന്തിനാ അത് ചിരി ക്ലബ്ബുകളൊക്കെ ലോകത്ത്? ഉല്ലസിച്ചുകൊണ്ട് ചിരിക്കുന്നു. ഓരോ ചിരിയുടെയും പിന്നിൽ നമുക്കൊരു സന്തോഷം നമ്മളെ ശരീരത്തിന്, നമ്മളെ കോശത്തിലേക്ക് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ദുഃഖത്തിന്റെ പ്രയാസത്തിന്റെ പ്രശ്നങ്ങളുടെ ഒരു ചിന്തയിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നതെങ്കിൽ നമ്മൾ അസുഖത്തിന്റെ പിടിയിലേക്ക് പോവുകയാണ്. കിട്ടുന്നതിൽ, നമുക്കുള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. സന്തോഷത്തിന്റെ ദിനങ്ങളിലൂടെ കടന്നു പോവുക. നമ്മൾ ഓരോ ദിവസവും നമ്മൾ പ്രയാസപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ദുഃഖത്തിലേക്ക് പോകുന്നു. അതിന് പകരം നിങ്ങൾ വീണ്ടും സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചാൽ, ഒരു ചെറിയ കാര്യത്തിലും നിങ്ങൾക്ക് ചിരിക്കാൻ കഴിഞ്ഞാൽ, ഒരു സാമൂഹ്യ നീതിയോട്, നമ്മുടെ ഒരു സഹജീവിയോട് ഒരു കരുണ കാണിക്കാൻ സാധിച്ചാൽ, ഒരു സഹായം ചെയ്ത് കൊടുക്കാൻ സാധിച്ചാൽ, ഒരു വാക്കുകൊണ്ട് ഒരു സഹായം ചെയ്ത് കൊടുക്കാൻ സാധിച്ചാൽ, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷം വളരെ 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 വലുതാണ്. ആ സന്തോഷത്തിൽ നിന്ന് നമ്മുടെ അസുഖങ്ങൾ ഒരുപാട് നമുക്ക് മാറിക്കിട്ടും. നിങ്ങൾ കരഞ്ഞിരിക്കരുത്. എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ഇതാണ്, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും കരഞ്ഞിരിക്കരുത്. പടച്ചറബിന്റെ മുന്നിൽ നിങ്ങൾ കണ്ണീർ പൊയ്ക്കുന്നതിന് പകരം കിട്ടുന്നതിൽ അൽഹംദുലില്ലാഹ് സന്തോഷത്തോടു കൂടി പ്രാർത്ഥിക്കുക. നെഗറ്റീവ് പ്രാർത്ഥനകൾ നിങ്ങൾ മാറ്റിവെക്കുക. സമ്പത്തിനെ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നല്ല ആരോഗ്യമുള്ള ശരീരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. സുഖസുന്ദരമായിട്ട് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടിയിരിക്കും. ഇനി നെഗറ്റീവ് ചിന്തകൾ മാറട്ടെ, പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.